ശ്രീലാൽ, സോണിയാഗാന്ധി ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ തുടങ്ങിയതാണ് കോൺഗ്രസ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. വലിയ പ്രതിരോധത്തിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യം ദേശീയതലത്തിൽ അതുപോലെയോ അതിനുമപ്പുറം കേരളത്തിൽ അതിലും വലിയ പ്രതിസന്ധിയിലും അവസ്ഥയിലും കോൺഗ്രസ് എന്നുള്ളതാണോ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശ്രീലാലിൻ്റെ നോട്ടത്തിൽ? ശരത്ത്, ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ യാതൊരു പ്രതിസന്ധിയുമില്ല, യാതൊരു വിഷമവുമില്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ആ തലത്തിലുള്ള ആലോചനകൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുക. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിപ്പോൾ മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും രാമൻ്റെ പേരിൽ തന്നെയാണ് കോൺഗ്രസ് വോട്ട് പിടിച്ചത്. അവിടെ ആദ്യം രാമക്ഷേത്രത്തിൽ അയോധ്യയിൽ ശിലാന്യാസത്തിന് അവസരം കൊടുത്തതും തുറന്നു കൊടുത്തതും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള വോട്ട് പിടുത്തമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശ്രീരാമനെയും ലക്ഷ്മണനും എല്ലാം കടന്ന് അവിടെ ഹനുമാൻ വരെ എത്തി അവിടെ കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടിയിലെ പ്രധാന ആൾക്കാരായി എത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വലിയ പ്രതിസന്ധിയില്ല. പക്ഷേ കേരളത്തിൽ വരുമ്പോഴാണ് പ്രതിസന്ധി. കേരളത്തിലെ സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനമെടുക്കുക വലിയ പ്രതിസന്ധിയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന, ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന മറ്റ് പല പാർട്ടികളും, പ്രത്യേകിച്ച് RJD, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ DMK, ബംഗാളിൽ നിന്നുള്ള മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും, ഇവരെല്ലാവരും ഇതിനെതിരെ നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു നിൽക്കാതെ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം പക്ഷേ കേരളം പോലെ ഇപ്പോഴും വേരുള്ള സംസ്ഥാനത്ത്, വീണ്ടും അധികാരത്തിൽ എത്താൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് അത് പറഞ്ഞ് ന്യായീകരിക്കാൻ കോൺഗ്രസിനാകില്ല എന്നുള്ളതാണ്. ശരത്ത്, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ളത്, രാമക്ഷേത്രം ജനുവരി 22-ന് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമെന്നും അവിടെ പൂജ തുടങ്ങുമെന്നുമെല്ലാം ഇന്നലെയല്ല നമ്മൾ അറിഞ്ഞത്. ഇത് എത്രയോ നാൾ മുമ്പ് അറിഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത്രയും, അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങുമ്പോൾ തന്നെ അവരുടെ തീയതി പ്രഖ്യാപിച്ചിരുന്നു. അത് 1-2 അങ്ങോട്ടും ദിവസങ്ങൾ നീളുകയോ ഒരു മാസമോ ആഴ്ചകൾ നീളുക മാത്രമാണ് ചെയ്തത്. പക്ഷേ എന്തായാലും ഇങ്ങനെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലാകും എന്നുമുള്ള വ്യക്തമായ അറിവ് കോൺഗ്രസിനും ഈ ഇന്ത്യയിലെ ഏതാണ്ട് ഈ രാഷ്ട്രീയം നോക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഇത്രയും നാളുണ്ടായിരുന്നിട്ട് പോലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നയമുണ്ടാക്കാൻ കോൺഗ്രസിന്, അല്ലെങ്കിൽ ഒരു നറേഷൻ ഉണ്ടാക്കാൻ, നയം പോകട്ടെ, കോൺഗ്രസിന് എന്തുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പോകുന്നു അല്ലെങ്കിൽ പോകുന്നില്ല എന്നൊരു നറേഷൻ ഉണ്ടാക്കാൻ പോലും കോൺഗ്രസിന് ഇക്കാലം അത്രയും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. അതാണ് KC വേണുഗോപാൽ ഉരുണ്ട് കളിക്കുന്നത്. അതാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് VD സതീശൻ ഉരുണ്ട് കളിക്കുന്നത്. പക്ഷേ അതേസമയം ദിഗ്വിജയ് സിംഗിന് ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു ആശങ്കയുമില്ല. സ്വീകരിച്ചു പോകണം എന്നുള്ള നിലപാടിലാണ് ദിഗ്വിജയ് സിംഗ് ഉള്ളത്. ദേശീയ നേതൃത്വത്തിലുള്ള പല നേതാക്കൾക്കും ഈ തീരുമാനം തന്നെയാണുള്ളത്. കാരണം അവിടെ ഹിന്ദുത്വ കാർഡ് കളിച്ചു തുടങ്ങിയ കാലം കുറയായി കോൺഗ്രസ് മൃദു ഹിന്ദുത്വ കാർഡായിരുന്നു. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തുന്ന ദേശീയ നേതാക്കളാണ് കോൺഗ്രസിലുള്ളത്. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിൽ മാത്രമേ ഒരു പ്രതിസന്ധി, ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നില്ല. റൈറ്റ്.